ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. EVSലെ പാർട്സ് ഓഫ് എ പ്ലാന്റ് പഠിച്ചു ഓർക്കുന്നുണ്ടോ? നമ്മൾ പ്ലാന്റിന്റെ 5 പാർട്സ് പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? ആ ചാപ്റ്ററിൽ നിന്നും ഇതുപോലെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്താണ്? സേ ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ്. താഴെ കുറച്ച് പ്ലാന്റ്സിന്റെ പാർട്സ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ നെയിംസ് പറയാനാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്ലാന്റ്സിന്റെ പാർട്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയാലോ? ഫസ്റ്റ് വൺ, എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഇതെന്താണ്? ആ മണ്ണിന്റെ അടിയിൽ വരുന്ന ഒരു പാർട്ട് ആണ് അല്ലേ? ഇത് നമ്മൾ നെയിം പഠിച്ചിട്ടുണ്ട്. എന്താണ്? റൂട്ട്. ഓക്കെ, വെരി ഗുഡ്. ഫ്ലവർ, വെരി ഗുഡ്. ലാസ്റ്റ് വൺ, സ്റ്റെം. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് പ്ലാന്റ്സിന്റെ പാർട്ട് ഇങ്ങനെ സെപ്പറേറ്റ് പിക്ചർ കാണുമ്പോൾ അതിന്റെ നെയിംസ് പറയാൻ കഴിയണം. ഓക്കെ, ഇത് കളർ ചെയ്യാനും ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ പ്ലാന്റ്സിന്റെ പാർട്സ് കൊടുത്തിട്ട് അത് കളർ ചെയ്തിട്ട് അതിന്റെ നെയിംസ് പറയാനും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ കയ്യില് ക്രയോൺസ് കരുതണം, മനസ്സിലായോ? പാർട്സ് ഓഫ് ദ പ്ലാന്റിന് കളർ ചെയ്തിട്ട് അതിന്റെ നെയിംസ് പറയാനും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അത് രണ്ടൊന്ന് പഠിച്ചു വെക്കാം. കളേഴ്സും പഠിച്ചു വെക്കുക, പ്ലാന്റ്സിന്റെ പാർട്സും ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ നമ്മള് 5 സെൻസ് ഓർഗൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു 5 സെൻസ് ഓർഗൻസ്? ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്, സ്കിൻ. ഓക്കെ, വെരി ഗുഡ്. ഈ 5 സെൻസ് ഓർഗൻസും നമ്മൾ പഠിച്ചതാണ്. ഇതിൽ നിന്നും എക്സാമിന് ഇതുപോലെ ആൻസേഴ്സ് ടിക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, we see with our dash. ഓപ്ഷൻസ് ഉണ്ട്. ഐസ്, ഇയേഴ്സ്. എന്താണ് ചോദിക്കുന്നത്? നമ്മള് സീ ചെയ്യാന്, കാണാന് ഉപയോഗിക്കുന്ന ബോഡി പാർട്ട് ഏതാണെന്ന് ചോദിക്കുന്നത്. കാണാൻ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. ഐസ്, ഇയേഴ്സ്. ഏതാണ്? ഐസ്. അപ്പോ ഐസ് ടിക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് we taste with our dash. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ബോഡി പാർട്ട് ഏതാണെന്നാ ചോദിക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടീത്ത്, ടങ്. ഇത് ഏതാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ഏതാണ്? ടീത്ത് ആണോ? അല്ല, ടങ്. അപ്പൊ ടങ് ടിക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതുപോലെ 5 സെൻസ് ഓർഗൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ 5 സെൻസ് ഓർഗൻസും അതിന്റെ ഫങ്ഷൻസും പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ആ 5 സെൻസ് ഓർഗൻസിൽ ഏത് ചോദിച്ചാലും ടിക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ ഫങ്ഷൻസും ആ ബോഡി പാർട്സും പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ നമ്മള് ആനിമൽസ് ആൻഡ് ദെയർ ബേബീസ് പഠിച്ചു. പിന്നെ ആനിമൽസ് ആൻഡ് ദെയർ ഹോംസും പഠിച്ചു അല്ലേ? ഇതിൽ നിന്നും മാച്ച് ദ ഫോളോവിങ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആനിമൽസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡില് ഹോംസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? പക്ഷെ എന്താണ്, ഈ ആനിമൽസിന്റെ ഹോംസ് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ഓരോ ആനിമൽസിന്റെയും കറക്റ്റ് ഹോമിലേക്ക് വരച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, റാബിറ്റ്. റാബിറ്റിന്റെ ഹോം ഏതാണ്? ബറോ. വെരി ഗുഡ്. ഇതിലേതാണ് ബറോ? ഈ റാബിറ്റ് താമസിക്കുന്ന ബറോ ഇതിലേതാണ്? ഇതാണ് ഇല്ലേ? അപ്പൊ റാബിറ്റിനെ ബറോയിലേക്ക് വരച്ചു കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഹെൻ. ഹെൻ, ഹെന്നിന്റെ ഹോം ഇതിലേതാണ്? ഏതാണ്? ഇതാണോ? യെസ്. അപ്പൊ നമ്മള് ഈ ഹെന്നിനെ അതിന്റെ കൂപ്പിലേക്ക് വരച്ചു കൊടുത്തു. ഹെന്നിന്റെ ഹോമിന് എന്താ പറയാ? കൂപ്പ്. ഓക്കെ, അടുത്തത് ഡോഗ്. ഡോഗിന്റെ ഹോം ഇതിൽ ഏതാണ്? ഏതാണ്? ഇതാണ് അല്ലേ? വെരി ഗുഡ്. കെനൽ. ഡോഗിന്റെ ഹോമിന് എന്ത് പറയും? കെനൽ. ഓക്കെ, അപ്പോ ഈ ഡോഗിനെ അതിന്റെ ഹോം ആയിട്ടുള്ള കെനലിലേക്ക് വരച്ചു കൊടുത്തു. അടുത്തത് എന്താ? ബീ. ഓക്കെ, ബീന്റെ ഹോം ഇതിൽ ഏതാണ്? ഏതാണ്? ഇതാണ് അല്ലേ? അപ്പൊ ബീനെ ഹൈവിലേക്ക് വരച്ചു കൊടുത്തു. ഓക്കെ, ലാസ്റ്റ് വൺ ലയൺ. ലയന്റെ ഹോം ഇതിൽ ഏതാണ്? ഇതാണ് അല്ലേ?
പാറക്കെട്ടിന്റെ ഗുഹയിലാണ് ലയൺ താമസിക്കുന്നത്. ആ പാറക്കെട്ടിന്റെ ഗുഹയ്ക്ക് എന്താ പറയാ? ഡെൻ. ഓക്കെ, അപ്പോ ഈ ലയണിനെ ഡെന്നിലേക്ക് വരച്ചു കൊടുത്തു. ഇപ്പൊ എന്താണ്? ആനിമൽസിനൊക്കെ അതിന്റെ കറക്റ്റ് ഫോമിലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചിലപ്പോൾ ആനിമൽസും ബേബീസും ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏത് ചോദിച്ചാലും ഇതുപോലെ വരച്ചു കൊടുക്കാൻ കഴിയണം. ഓക്കെ, ആനിമൽസ് ആൻഡ് ബേബീസും ചോദിക്കാം, ആനിമൽസ് ആൻഡ് ദെയർ ഹോംസും ചോദിക്കാം. ഓക്കെ, പിന്നെ എക്സാമിന് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം 2 ഹെൽത്തി ഫുഡ്സ്. നമ്മള് 6 ഹെൽത്തി ഫുഡ്സിന്റെ നെയിംസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അതില് 2 ഹെൽത്തി ഫുഡ്സിന്റെ നെയിംസ് നിങ്ങളൊന്ന് പറഞ്ഞേ. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം 2 ഫെസ്റ്റിവൽസ്. നമ്മള് 6 ഫെസ്റ്റിവൽസിന്റെ നെയിംസ് പഠിച്ചിട്ടുണ്ട്. അതിൽ 2 ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞേ. ഏതൊക്കെയാണ്? ഈദ്, ഓണം. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം 2 ഗെയിംസ്. നമ്മള് 6 ഗെയിംസിന്റെ നെയിംസ് പഠിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു 2 ഗെയിംസ് എന്ന് പറഞ്ഞ്. ഏതൊക്കെയാണ്? ഫുട്ബോൾ, ക്രിക്കറ്റ്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം 2 ട്രീസ്. നമ്മള് 4 ട്രീസിന്റെ നെയിംസ് പഠിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ 2 ട്രീസിന്റെ നെയിംസ് ഒന്ന് പറഞ്ഞ്. മാംഗോ ട്രീ, പിന്നെ ഏതാണ്? ജാക്ക് ഫ്രൂട്ട് ട്രീ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം 2 യൂസസ് ഓഫ് വാട്ടർ. നമ്മൾ ഒരുപാട് യൂസസ് ഓഫ് വാട്ടർ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതില് 2 എണ്ണാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ? ബാത്തിങ്, കുക്കിംഗ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതുപോലെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഹെൽത്തി ഫുഡ്സ് പഠിച്ചു വെക്കുക, ഫെസ്റ്റിവൽസ് പഠിച്ചു വെക്കുക, ഗെയിംസ് പഠിച്ചു വെക്കുക, ട്രീസ് പഠിച്ചു വെക്കുക, യൂസസ് ഓഫ് വാട്ടർ പഠിച്ചു വെക്കുക. ഇതുപോലെ ചോദിക്കാറുണ്ട്. ഓക്കെ, മനസ്സിലായോ? എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് പറയാനാണ് ചോദിക്കാറ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ നമ്മള് 3 സീസൺസ് പഠിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു? സമ്മർ സീസൺ, വിന്റർ സീസൺ, ലാസ്റ്റ് വൺ റെയിനി സീസൺ. ഓക്കെ, വെരി ഗുഡ്. ഈ 3 സീസൺസും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിൽ നിന്നും എക്സാമിന് ഇതുപോലെ സേ ദ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ. വി യൂസ് വൂളൻ ഡ്രസ് ഇൻ ദ ഡാഷ് സീസൺ. എന്താണ് ചോദിക്കുന്നത്? നമ്മൾ വൂളൻ ക്ലോത്ത് ധരിക്കുന്ന സീസൺ ഏതാന്നാ ചോദിക്കുന്നത്. വൂളൻ ക്ലോത്ത് ഏതാണ്? വിന്റർ സീസൺ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഓക്കെ, അടുത്തത് വി യൂസ് അംബ്രല്ല ഇൻ ദ. നമ്മള് കുട ഉപയോഗിക്കുന്ന സീസൺ ഏതാണ്? കുട, അംബ്രല്ല ഉപയോഗിക്കുന്ന സീസൺ ഏതാണ്? റെയിനി സീസൺ. ഓക്കെ, വെരി ഗുഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, we use cotton dress in the. നമ്മള് കോട്ടൺ ഡ്രസ് ധരിക്കുന്ന സീസൺ ഏതാന്നാ ചോദിക്കുന്നത്. ഏതായിരിക്കും? സമ്മർ സീസൺ. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ അതിന്റെ ആൻസേഴ്സ് ഏത് സീസൺസ് ആണെന്ന് പറയാൻ കഴിയണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ സീസൺസിൽ നിന്നും തന്നെ ഇതുപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇതുപോലെ ടിക്ക് ചെയ്യാനും ചോദിക്കാറുണ്ട്. മനസ്സിലായോ? ടിക്ക് ദ സമ്മർ സീസൺ വിയർ. ഇതിൽ സമ്മർ സീസണിന്റെ വിയർ ഏതാ? ഫസ്റ്റ് വൺ ആണ്. ചിലപ്പോൾ ചോദിക്കാം ടിക്ക് ദ റെയിനി സീസൺ വിയർ. റെയിനി സീസണിൽ നമ്മൾ എന്താ? റെയിൻ കോട്ട് ധരിക്കും അല്ലെ? ഓക്കെ, അപ്പൊ അത് ടിക്ക് ചെയ്യാം. പിന്നെ ചോദിക്കും ടിക്ക് ദ വിന്റർ സീസൺ വിയർ. വിന്റർ സീസണിൽ നമ്മൾ എന്താ? വൂളൻ ക്ലോത്ത് ധരിക്കും അല്ലെ? അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പോൾ ടിക്ക് ചെയ്യാനും ചോദിക്കാം, അതോ അല്ലെങ്കിൽ ഇങ്ങനെ ആൻസേഴ്സ് പറയാനും ചോദിക്കാം. അപ്പൊ ഈ 2 ടൈപ്പും നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻസും പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പേജ് നമ്പർ 48 കൊടുത്തിരിക്കുന്ന ഇതുപോലെ ടിക്ക് ചെയ്യാനും പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും EVS എക്സാമിൽ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി